And finally, the last dance of Thalapathy Vijay is coming to the theatre July 23rd. സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി തലപതി വിജയ് ആയിരുന്നു. സിനിമ റിലീസാക്കാൻ നോക്കിയ സമയത്തും പുള്ളി തലപതി വിജയ് ആയിരുന്നു. ഇപ്പം അവസാനം ഒരുവിധം ആ സിനിമ ഒന്ന് റിലീസാകുന്ന സമയത്ത് പുള്ളി ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടുമായി. എന്താ പറയുക, ഒരു സിനിമാറ്റിക് കഥ പോലെ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസ്റ്റർ വന്നപ്പോൾ തന്നെ ആ പോസ്റ്ററിൻ്റെ താഴെ തന്നെ കൊടുത്തിരിക്കുന്നത് ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു സി ജോസഫ് വിജയ്. ഇനി എന്നാ വേണം? അതിൻ്റെ അപ്പുറത്തൊരു ടൈറ്റിൽ എന്താ വേണ്ടത്? ഒരു നായകൻ്റെ ഒരു ലൈഫ് ജേർണി അവസാനിക്കുന്ന ഒരു സർക്കിൾ, ഒരു ആർക്ക്, ദ കംപ്ലീഷൻ ഓഫ് ആ ആർക്ക് എന്നൊക്കെ പറയുന്ന ഒരു സിനിമാറ്റിക്, അവരുടെ ജീവിതവും സിനിമാറ്റിക്. അയ്യോ ഒന്നും പറയണ്ട, ഇങ്ങനെ പറഞ്ഞു പോയാൽ അങ്ങ് പറഞ്ഞു പോകും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇതിനോടകം ലീക്കായ പടം 1 കോടിക്ക് മേളിൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞു. അതൊരു ഒരു വലിയൊരു റെക്കോർഡായി മാറിയിരിക്കുകയാണ്. സോ ലെറ്റ് സി എന്താവും തിയേറ്ററിൽ ഇതിൻ്റെ ഒരു വരവേൽപ്പ് എന്നുള്ളത് കണ്ടറിയാം. നേരത്തെ ഇത് വെറും ഒരു ആക്ടറിൻ്റെ പടമായിരുന്നു, ഇപ്പോൾ തമിഴ്നാടിൻ്റെ അപ്പൻ്റെ പടമാണ്. യു ഗോട്ട് ഇറ്റ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഇന്നൊരു റിയാക്ഷനാണ് ശരിക്കും പറഞ്ഞത്. നമ്മുടെ ടോം ക്രൂസ് ഒരു പുതിയൊരു ലുക്കിൽ വന്ന, ഞാൻ സിനിമയെ പറ്റി കൂടുതൽ അപ്ഡേറ്റഡ് അല്ലായിരുന്നു, പുതിയൊരു ലുക്കിൽ വന്നൊരു പടം ഡിഗ്ഗർ എന്നാണ് പടത്തിൻ്റെ പേര്. ഈ പടത്തിൻ്റെ ഒരു ഇപ്പോൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നതിന് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫഹദ് ഫാസിൽ ദ ക്യൂ എന്ന് പറയുന്നൊരു ചാനലിൽ, യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിരുന്നു പുള്ളിക്ക് ഹോളിവുഡിൽ നിന്നൊരു ഓഫർ വരികയും ഒരു 4-5 മാസം അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ ഇമ്പ്രൂവ് ചെയ്യണം, അതിനാണ് ഈ 4-5 മാസത്തെ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞിരുന്നു. സോ പുള്ളിക്ക് 4-5 മാസം വേസ്റ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ പുള്ളി അതിൽ നിന്നും പിൻവലിക്കുകയായിരുന്നു. സോ ആ ക്യാരക്ടർ ആരാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കെന്തായാലും ട്രെയിലർ കാണാം. ഈ ട്രെയിലർ കാണുന്നത് അറ്റ് മൈ ഓൺ റിസ്ക് ആണ്. ചാനൽ അടിച്ചു പോകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തന്നെ പറ്റുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇൻ കേസ് ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ വീഡിയോ നിങ്ങളെ കാണിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും പറഞ്ഞതും ഈ ട്രെയിലർ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു പ്രതീക്ഷകളും മാത്രമേ ഈ വീഡിയോയിൽ കാണത്തുള്ളൂ. സോ എന്നോട് ഒന്നും തോന്നരുത്, വിരോധമൊന്നും തോന്നരുത്. കോപ്പിറൈറ്റ് കാരണം എനിക്ക് റിമൂവ് ചെയ്യേണ്ട വരുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് അങ്ങനെ ചെയ്യുക. എന്തായാലും മാക്സിമം ഞാൻ പോസ്റ്റ് ചെയ്ത് കൂടുതൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാത്ത രീതിയിൽ ട്രൈ ചെയ്യാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്തതിന് ശേഷം ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ടു സിനി പീഡിക. Everything changes. You know, one day you're a cat. Just take a little taste for daddy. Come on, sweetheart. Or a king. Next. ടോം ക്രൂസ് ആണെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ. ഭയങ്കരമായിട്ടൊരു ലുക്ക് വ്യത്യാസം. അപ്പൂപ്പൻ ക്രൂസ്. യെസ്, ഈ ക്യാരക്ടറാണ് നമ്മുടെ ഫഹദ് ഫാസിൽ പറഞ്ഞതെന്നാണ് പറയപ്പെടുന്നത്. റായിസ് അഹമ്മദാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഫഹദ് ഫാസിൽ പറഞ്ഞത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ദ റെവനന്റ്, ബേഡ്മാന്, ബാബേൽ തുടങ്ങിയ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത അലജാൻഡ്രോ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ആഗോളതാപനില, അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു അതിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് ദ ഡിഗ്ഗർ എന്ന് പറയുന്ന സിനിമ. ദ ഡിഗ്ഗർ അല്ല, ഡിഗ്ഗർ. അപ്പോൾ സിനിമ എന്തായാലും ഒക്ടോബർ റിലീസാണ്. നമുക്ക് എന്തായാലും പടം കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എന്തായാലും ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഫഹദ് ഫാസിൽ ഈ പടം ചൂസ് ചെയ്യണമായിരുന്നോ വേണ്ടായിരുന്നോ എന്നുള്ളത് സിനിമ കാണുമ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ട്രെയിലർ കൊണ്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. എന്തായാലും സിനിമയിൽ ഉടനീളമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഫഹദ് ഫാസിൽ വേണ്ടെന്ന് വെച്ചത്. അത് മേ ബി പുള്ളിയുടെ പേഴ്സണൽ ചോയ്സ് ആവാം. പക്ഷെ അത് വെച്ച് ആരും പുള്ളിയെ ജഡ്ജ് ചെയ്യരുത്. എന്ത് മണ്ടനാടാ നിനക്ക് ആ പടം ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. പുള്ളിക്ക് ചിലപ്പോൾ ആ സിനിമ ചെയ്യുന്നതിനേക്കാളും ഒരു 10 പടം കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും റവന്യൂവും പേരും പ്രശസ്തിയും കൂടുതൽ കിട്ടുമായിരിക്കും. സോ എത്ര ആൾക്കാർ ഇവിടുന്ന് ഹോളിവുഡിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്തിട്ടുണ്ട്. സോ ഒരു ലിമിറ്റഡ് നമ്മളെ ലിമിറ്റഡ് ആക്കി കളയും. അതാണ് അവിടുത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. സോ പുള്ളി അവിടെ കൊണ്ടുപോയിട്ട് പുള്ളിയുടെ കാലിബർ കൊണ്ട് നശിപ്പിക്കുന്നതിനേക്കാളും നമുക്ക് 4 പടം ചെയ്ത് നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പുള്ളിക്ക് തോന്നിക്കാണും. സിമ്പിൾ കാര്യം. എന്തായാലും ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.